റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നമുക്കെല്ലാവരുടെയും വീടുകളിൽ BPL-ഓ അല്ലെങ്കിൽ AY-ഓ അതല്ലെങ്കിൽ APL വിഭാഗത്തിലോ റേഷൻ കാർഡ് ഉണ്ടാകും. നിലവിൽ റേഷൻ കാർഡ് വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ ഒരു പ്രധാന രേഖ കൂടിയാണ്. അതോടൊപ്പം തന്നെ വ്യക്തിഗതമായിട്ട് വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോഴെല്ലാം റേഷൻ കാർഡുകൾ നമ്മൾ ഹാജരാക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും കൂടാതെ എല്ലാ റേഷൻ കാർഡുകൾക്കും അത് അതിൻ്റെ മുൻഗണനാക്രമവും മുൻഗണനേതര ക്രമവും അടിസ്ഥാനമാക്കി ഓരോ മാസങ്ങളിലും റേഷൻ കടകൾ വഴി വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ സെപ്റ്റംബർ മാസത്തെ വിതരണത്തിൽ അല്പം മാറ്റമുണ്ട്. വിതരണത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ അളവിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. മഞ്ഞ നിറമുള്ള റേഷൻ കാർഡാണ് എങ്കിൽ 30 കിലോ അരി, അതോടൊപ്പം തന്നെ 2 കിലോ ഗോതമ്പ്, ഇനി 3 പാക്കറ്റ് ആട്ട, അത് കിലോയ്ക്ക് 7 രൂപ നിരക്കിൽ അല്ലെങ്കിൽ പാക്കറ്റിന് 7 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. 1 കിലോ പഞ്ചസാരയും ഉണ്ടാകും. 27 രൂപ നിരക്കിൽ നമുക്കത് വാങ്ങാൻ സാധിക്കും. BPL റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് 4 കിലോ വീതം അരി, 1 കിലോ ഗോതമ്പ്. ഈ രീതിയിൽ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും. അതോടൊപ്പം തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ വരെയൊക്കെ പരമാവധി കുറച്ച ശേഷം 4 പാക്കറ്റ് ആട്ട വരെ നമുക്ക് ലഭിക്കുന്നതാണ്. ഓരോ പാക്കറ്റിനും 9 രൂപ മാത്രം നമ്മൾ കൊടുത്താൽ മതിയാകും. ഇത്തരത്തിലുള്ള റേഷൻ കാർഡുകൾക്ക് പഞ്ചസാര പോലുള്ള ആനുകൂല്യങ്ങളില്ല. കഴിഞ്ഞ മാസം ഈ കാർഡിന് സ്പെഷ്യൽ അരിയായിട്ട് 5 കിലോയോളം അരി ഉണ്ടായിരുന്നു. ഈ മാസം അത്തരം ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല. ഇനി APL വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ എടുക്കാം. മുൻഗണനേതര വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന APL നീല വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്. കിലോയ്ക്ക് 2 രൂപ നിരക്കിലാണ് 1 കിലോ അരി ലഭിക്കുക. ഇങ്ങനെ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്കും ഒരാൾക്ക് 2 കിലോ എന്ന തോതിൽ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ്. സ്പെഷ്യൽ അരി ഒന്നും തന്നെ ഈ മാസം പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി വെള്ള റേഷൻ കാർഡുകളാണെങ്കിൽ ആകെ ലഭിക്കുന്നത് അവർക്ക് 2 കിലോ അരി മാത്രമാണ് 10 രൂപ 90 പൈസ നിരക്കിൽ. ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്കും 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരിയാണ് ലഭിക്കുക. കൂടുതൽ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സ്പെഷ്യൽ അരി ഒന്നും തന്നെ റേഷൻ കാർഡുകൾക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം തന്നെ നമ്മൾ ഈ കാര്യം കൃത്യമായിട്ട് പറയുകയും ചെയ്തിരുന്നു. ഓണക്കാലത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും. ഒരുപക്ഷെ പിന്നീട് നമുക്ക് തുടർന്ന് അങ്ങോട്ട് ആനുകൂല്യങ്ങൾ ഇത്രയധികം ഒന്നും ലഭിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ തുടർന്ന് വരുന്നത്. APL വിഭാഗത്തിന് നാമമാത്രമായ ആനുകൂല്യം മാത്രമാണ് ലഭിക്കുക. പക്ഷേ ഇത് വാങ്ങാതിരിക്കാനും പറ്റില്ല. തുടർച്ചയായിട്ട് 3 അതിലധികമോ മാസങ്ങളൊക്കെ വാങ്ങാതിരുന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മുൻഗണന അത് നഷ്ടമാകുന്നതിന് കാരണമാകും. പ്രത്യേകമായിട്ട് APL വിഭാഗത്തിലെ റേഷൻ കാർഡ്, നീല റേഷൻ കാർഡ്, അതല്ല BPL കാർഡ് അല്ലെങ്കിൽ AY കാർഡ്, ഇവരൊക്കെ തുടർച്ചയായിട്ട് 3 അതിലധികമോ മാസങ്ങളിൽ ആനുകൂല്യം വാങ്ങാതിരിക്കുമ്പോൾ തന്നെ ഈ റേഷൻ കാർഡുകൾ കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാകും. അവരുടെ മുൻഗണന നഷ്ടമാകുന്നതിനും കാർഡ് വെള്ള റേഷൻ കാർഡുകളിലേക്കോ അല്ലെങ്കിൽ APL വിഭാഗത്തിലേക്കോ മാറുന്നതിന് അത് കാരണമായേക്കും. ഇനി കുറച്ചെങ്കിലും ആനുകൂല്യങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ ലഭിക്കുന്നത് എല്ലാ റേഷൻ കാർഡിനും ലഭിക്കും. സപ്ലൈകോയിൽ എത്തിച്ചേർന്നാൽ വാങ്ങാൻ സാധിക്കും. കഴിഞ്ഞ മാസം കൂടുതൽ, അതായത് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്തത്. ഇതേ രീതിയിൽ തന്നെ കുറച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങൾ, അതായത് 12 പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് സപ്ലൈകോ വഴി വാങ്ങാൻ സാധിക്കുന്നതാണ്. നിലവിൽ ലഭിക്കുന്ന സ്റ്റോക്കിൽ ഉള്ളതനുസരിച്ചുള്ള എല്ലാ ആനുകൂല്യങ്ങളും റേഷൻ കാർഡുകൾ ഹാജരാക്കി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾക്കെല്ലാം വലിയ വിലക്കുറവാണ് സപ്ലൈകോയിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാർഡുടമകൾ ഈ രീതിയിൽ കൂടി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകളുടെ മണ്ണെണ്ണ വിതരണം ത്രൈമാസം 3 മാസം കൂടുമ്പോഴാണ് വിതരണം നടക്കുന്നത്. അതിപ്പോൾ അവസാനിക്കാറായിട്ടുണ്ട്. സെപ്റ്റംബർ മാസം വരെയാണ് ഇപ്പോൾ മണ്ണെണ്ണ വാങ്ങാനുള്ള അവസരമുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.